ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ക്രമസമാധാന പാലകർക്ക് ഇപ്പോൾ കേരളത്തിൽ എന്താണ് വില? ഒളിവിലിരുന്ന് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പാഞ്ഞു നടക്കുന്ന അർജുനായങ്കി ഒരു വശത്ത്, അവന് പരസ്യ പിന്തുണയുമായി സർക്കാരിന് നേരെ തോക്കെടുക്കാൻ നിങ്ങളുടെ ആയുധപ്പുര തികയാതെ വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി മറുവശത്ത്, കേരളത്തിലെ നിയമ സംവിധാനത്തെയും പോലീസിനെയും നോക്കി കൊഞ്ഞനം കുത്തുന്ന ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യമെന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. ഒളിവിലിരുന്നു കൊണ്ട് സർക്കാരിനെയും പോലീസിനെയും പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയാണ് അർജുനായങ്കി. താൻ കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കരയുന്ന സഹോദരിക്ക് ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ് പോലീസിന്റെ പരാജയത്തെ അവൻ പരസ്യമായി പരിഹസിക്കുന്നു. തനിക്കെതിരെ കള്ളക്കേസാണെന്നും മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും ആയങ്കി വെല്ലുവിളിക്കുമ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് നിന്ന് ആയങ്കിയുടെ സഹോദരൻ അഖിലിനെയും ഒളിവിൽ കഴിയാൻ സഹായിച്ച കണ്ണൂർ സ്വദേശികളായ 2 കൂട്ടാളികളെയും പിടികൂടിയതല്ലാതെ പോലീസിനെ കബളിപ്പിച്ച് തൃശൂരിൽ നിന്ന് വണ്ടി മാറിപ്പോയ ആയങ്കിയെ തൊടാൻ പോലീസിനായിട്ടില്ല. സ്വന്തം ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. ഇവിടെയാണ് കേസിന് പുതിയൊരു രാഷ്ട്രീയ മാനമുണ്ടാകുന്നത്. ആയങ്കിയെ പിന്തുണച്ച് രംഗത്തെത്തിയ ആകാശ് തില്ലങ്കേരി ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിനോട് വിയോജിപ്പുണ്ടെന്ന് വരുത്തി തീർക്കുമ്പോഴും പോലീസിന്റേത് കള്ളക്കേസാണെന്നാണ് ആകാശ് വാദിക്കുന്നത്. മാത്രമല്ല, ഒരു തെറ്റ് ചെയ്താൽ പൗരനെ വെടിവെച്ച് കൊല്ലാൻ ഇത് സംഘപരിവാറിന്റെ ബുൾഡോസർ ഭരണമുള്ള UPയോ ബീഹാറോ അല്ല എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ നടപടികളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും പ്രതികൾ തുനിയുന്നുണ്ട്. വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ആയുധപ്പുരയിലെ തോക്കുകൾ തികയാതെ വരും മിനിസ്റ്റർ എന്ന് പരസ്യമായി മുന്നറിയിപ്പ് നൽകാൻ തക്കവിധം ഈ ക്രിമിനലുകൾ വളർന്നത് ആരുടെ തണലിലാണ് എന്നതാണ് അറിയേണ്ടത്. ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കരുത്തുണ്ടെന്ന് ആഭ്യന്തര വകുപ്പും പോലീസും അവകാശപ്പെടുമ്പോഴാണ് 2 ക്രിമിനലുകൾ സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ഈ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് അർജുനായങ്കി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ അർജുനായങ്കിയെ പിടികൂടാനുള്ള നീക്കം പോലീസ് ശക്തമാക്കി. വേണമെങ്കിൽ അർജുനായങ്കിയെ വെടിവെച്ച് പിടികൂടാമെന്ന നിലയിൽ പോലീസിന് നിർദ്ദേശം നൽകിയെന്ന തരത്തിലും വാർത്തകൾ പുറത്തുവന്നു. കോതമംഗലത്തെ വിവാഹ പാർട്ടിക്കിടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച കേസിലായിരുന്നു അർജുനായങ്കിയുടെ വെല്ലുവിളി. തനിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ എടുത്തത് കള്ളക്കേസാണെന്നും പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ മന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നുമായിരുന്നു വെല്ലുവിളി. പിന്നാലെ ഒളിവിലിരുന്ന് അർജുനായങ്കി വെല്ലുവിളി തുടർന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും 2ലധികം കേസുകളിൽ പ്രതിയായിട്ടും ആയങ്കി ഇപ്പോഴും സുരക്ഷിതനായി ഒളിവിൽ കഴിയുന്നു. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും മൃദു സമീപനമാണോ ഇത്തരം ആൾക്കാർക്ക് വളമാകുന്നത്? നിയമപാലകരെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് മുൻപിൽ സർക്കാർ ഇനിയും കാഴ്ചക്കാരായി നിൽക്കുമോ? കണ്ടറിയാം.